നമസ്കാരം. ചാമക്കുഴി കൂവാറ്റി ഗവൺമെൻറ് UP സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടി കൂവാറ്റി വോയിസിൻ്റെ 230-ാം പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 4ാം തരത്തിലെ അമേഗേസ്. പുതിയ അധ്യയന വർഷത്തിനായി വിദ്യാലയം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി 24-25 തീയതികളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ 20ഓളം ആളുകൾ പ്രവർത്തനത്തിന് പങ്കാളികളായി. ഹെഡ് മാസ്റ്റർ, PTA പ്രസിഡന്റ്, SMC ചെയർമാൻ എന്നിവർ നേതൃത്വം നൽകി. ക്ലാസ് മുറികൾ, സ്കൂൾ മുറ്റം, അടുക്കള, ഡൈനിങ് ഹാൾ, കുട്ടികളുടെ പാർക്ക്, ടോയ്ലറ്റുകൾ എന്നിവ വൃത്തിയാക്കി. നടവരമ്പത്തൊരു വിദ്യാലയം, നന്മകൾ പൂക്കുന്ന സ്നേഹാലയം. പല വഴിവരമ്പുകൾ പിന്നിട്ടു നാം എന്നും അണയാൻ കൊതിക്കുന്ന ക്ഷേത്രാങ്കണം. നടവരമ്പത്തൊരു വിദ്യാലയം, നന്മകൾ പൂക്കുന്ന സ്നേഹാലയം. പല വഴിവരമ്പുകൾ പിന്നിട്ടു നാം എന്നും അണയാൻ കൊതിക്കുന്ന ക്ഷേത്രാങ്കണം. പാതിമേ മാത്രം മറച്ചും പച്ചവെയിലിന്റെ കാഠിന്യമേറ്റും. പാതിമേ മാത്രം മറച്ചും പച്ചവെയിലിന്റെ കാഠിന്യമേറ്റും. നേരിന്റെ നേർവഴി മാത്രം കാട്ടുന്ന മുത്തശ്ശൻ കാക്കുന്ന വിദ്യാലയം. ഗാന്ധി മുത്തശ്ശൻ കാക്കുന്ന വിദ്യാലയം. നടവരമ്പത്തൊരു വിദ്യാലയം, നന്മകൾ പൂക്കുന്ന സ്നേഹാലയം. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വ്യാഴാഴ്ച അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും യോഗം ചേർന്നു. ഈ വർഷത്തെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേന്ദ്രൻ M ഉദ്ഘാടനം ചെയ്യും. നവാഗതർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. വാർഷിക പരീക്ഷയിലെയും LSS പരീക്ഷയിലെയും വിജയികളെ അനുമോദിക്കും. സ്കൂൾ പരിസരത്ത് കമലാക്ഷൻ മാഷിന്റെ നേതൃത്വത്തിൽ മധുരക്കിഴങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിച്ചു. സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റായ കമലാക്ഷൻ മാഷ് സോഷ്യൽ സർവീസ് സ്കീമിന് നേതൃത്വം നൽകി വരുന്നു. അധ്യാപകരുടെ അവധിക്കാല പരിശീലനം പൂർത്തിയായി. ഈ വർഷത്തെ LSS പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അൻവിതയ്ക്ക് കൂവാറ്റി വോയിസിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 2026 EIFA സൈക്കോ സൂപ്പർ കപ്പ് മത്സരത്തിന് യോഗ്യത നേടിയ കാഞ്ഞങ്ങാട് HFA ഫുട്ബോൾ ടീമിലേക്ക് 6ാം തരത്തിലെ ദേവദർശ് തിരഞ്ഞെടുക്കപ്പെട്ടു. ദേവദർശിന് കൂവാറ്റി വോയിസിന്റെ അഭിനന്ദനങ്ങൾ. ഈ ആഴ്ച പിറന്നാൾ ആഘോഷിച്ച 7ാം തരത്തിലെ ജിബിനും 2ാം തരത്തിലെ ആരോമലിനും കൂവാറ്റി വോയിസിന്റെ പിറന്നാൾ ആശംസകൾ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.